എൻ്റെ സുഹൃത്തുമായ സുനിൽ ട്രൈസ്റ്റാർ, ആദ്യത്തെ പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് ചെറുവേലി, മുൻ പ്രസിഡന്റുമാരെ, ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, കമ്മിറ്റി അംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ ഞാനാക്കിയ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്, എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ സമാജമാണ്. ഇതിൻ്റെ പ്രവർത്തനം ഞാൻ തുടങ്ങിയത് 1987 ഞാനൊരു ജനറൽ ബോഡിയിൽ പോയപ്പോൾ അന്ന് ആകസ്മികമായി എന്നെ ഒരു ഓഡിറ്ററാക്കി. അന്ന് ഒരു വലിയൊരു ഇലക്ഷനിൽ ഞാനും ചെറുവേലി സാറിനെ അന്നാണ് പരിചയപ്പെട്ടത്. അന്ന് ഞാനും ചെറുവേലി സാറുമായിരുന്നു ഓഡിറ്റേഴ്സ് 1987. അന്ന് അത് വലിയൊരു ഒത്തിരി കർമ്മസുരമായ ഒരു വർഷമായിരുന്നു. ബാബു തോമസിന്റെ നേതൃത്വത്തിൽ പറയുവാണെങ്കിൽ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയിൽ മലയാളം ക്ലാസ് തുടങ്ങി. അത് ചെറുവേലി സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ മലയാളം പഠിപ്പിക്കുക. അത് വലിയൊരു നേട്ടമായിരുന്നു കേരള സമാജത്തിന് 1987. അതാണ് ഇപ്പം ഞാൻ ഓർമ്മ വരുന്നത്. അന്ന് ആ സ്കൂളിൻ്റെ ടീച്ചറുമായിരുന്നു മലയാളം പഠിപ്പിക്കുക. അപ്പം അതാണ് എൻ്റെ പൊതുപ്രവർത്തനങ്ങളുടെ തുടക്കം ഇയർ 1987 തുടങ്ങി പല പല പൊസിഷൻ എടുത്ത് 2004 കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ പ്രസിഡന്റ് ആകുന്നത്. ഇപ്പം ഞാനിന്നിപ്പോൾ സജി എബ്രഹാം എന്ന് പറയുമ്പം എന്ന പ്രസിഡന്റ് എനിക്ക് ഒത്തിരി ഓർമ്മകൾ തരുന്നു. ഞാൻ ഈ ടൈസൺ സെന്ററിൽ വെച്ച് തന്നെയാണ് സജി എബ്രഹാമിനെ കണ്ടപ്പോൾ എൻ്റെ ബാഗിൽ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ചാണ് ഞാനൊരു മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ കൊടുത്തത്. ആ സജി എബ്രഹാം ഇന്ന് കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ്. അത് തന്നെയല്ല, 2004 ഞാൻ കേരള സമാജം പ്രസിഡന്റ് ആകുമ്പോൾ സജി എബ്രഹാം ഒരു കമ്മിറ്റി മെമ്പറായിരുന്നു. 2004 ഞാൻ ഫൊക്കാനയിൽ പ്രവേശിക്കുന്നത്. അന്ന് ഞാൻ ഫൊക്കാനയിൽ അതിൻ്റെ ഒന്നും സാരഥിയാകാനൊന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഇനോഗ്രേഷൻ ആ ഫംഗ്ഷനിൽ സജി എബ്രഹാമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് ഫൊക്കാനയുടെ കമ്മിറ്റി മെമ്പറായിട്ട്. അപ്പം അന്ന് തുടങ്ങി ഞാൻ ഈ ഫൊക്കാനയിൽ 2004 മുതൽ ഇന്നേ ദിവസം വരെ 21 വർഷം കണ്ടിന്യൂസ് പൊസിഷൻ എടുത്തു വരുന്ന ഒരാൾ. ഇതുവരെ പ്രസിഡന്റ് ആയിട്ടില്ല. അത് നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നവർ എല്ലാ പൊസിഷൻസും എടുത്തതാണ്. 21 വർഷം കണ്ടിന്യൂസ്. 2006 ഞാൻ സുനിൽ ട്രൈസ്റ്റാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം തുടങ്ങിയ പ്രവാസി ചാനലിൽ എനിക്ക് ഇന്റർവ്യൂ ചെയ്യുവാനുള്ള അവസരം തന്നിട്ടുണ്ട്. 2006 ഫൊക്കാനയുടെ പേരിൽ 50 വർഷത്തെ ഗോൾഡൻ ജൂബിലി കോൺസുലേറ്റിൽ നടക്കുമ്പോൾ, ഫൊക്കാനയുടെ പേരിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടക്കുമ്പോൾ അതിനുള്ള ഒരുപാട് സഹായങ്ങൾ, അതിനുള്ള വീഡിയോ ഇതെല്ലാം സെറ്റ് ചെയ്തത് സുനിൽ ട്രൈസ്റ്റാർ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ഹെൽപ്പ് തന്നിട്ടുള്ള, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ. താങ്ക് യു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ കേരള സമാജത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വരുന്ന വർഷം 2026 ഫൊക്കാനയുടെ കൺവെൻഷൻ കലഹാരി റിസോർട്ടിൽ വെച്ച് 6, 7, 8, 9 തീയതികളിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരെയും ആ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നല്ല കൺവെൻഷൻ ആയിരിക്കും. കഴിയുന്നവരെല്ലാം രജിസ്റ്റർ ചെയ്ത് അതിൽ അറ്റൻഡ് ചെയ്യണം. ഞാൻ 2026 ഫൊക്കാനയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും മത്സരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സഹായവും അഭ്യർത്ഥിക്കുന്നു. ഞാൻ എന്തിനാണ് പിന്നെയും നിൽക്കുന്നത് നിങ്ങൾ ഓർക്കും. ഇതിനു വേണ്ടി, ഈ ഫൊക്കാനയ്ക്ക് വേണ്ടി ചോരയും നീരും കൊടുത്തൊരു വ്യക്തിയാണ്. ഒരുപാട് സമയം ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ട് മാത്രം ഇതിന്റെ പ്രസിഡന്റായിട്ടും വരണമെന്നുള്ള ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ ഫൊക്കാനയുടെ സാരഥികളായിട്ടുള്ളത് മേരിക്കുട്ടി മൈക്കിൾ, ഫൊക്കാന നാഷണൽ കമ്മിറ്റി മെമ്പർ, മേരി ഫിലിപ്പ്, ഫൊക്കാന നാഷണൽ കമ്മിറ്റി മെമ്പർ ഇപ്പോഴത്തെ. പിന്നെ ഉഷ ജോർജ്, ന്യൂയോർക്ക് റീജിയന്റെ വിമൻസ് ഫോറം ചെയർപേഴ്സൺ. ഷാജു സാം ആൻഡ് വിനോദ കെ ഫോർമർ ഫൊക്കാനയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഫൗണ്ടേഷന്റെ ബോർഡ് മെമ്പേഴ്സ് ആണ്. നിങ്ങളെ എല്ലാവരെയും ഇതിനകത്ത് അപ്പം ഈ വർഷത്തെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഈ കമ്മിറ്റിക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും വരുന്ന കമ്മിറ്റിക്കും
നല്ലതായിട്ട് ഇതിന്റെ ജൈത്രയാത്ര 53 വർഷമുള്ള ഈ മുത്തശ്ശി സംഘടന എന്ന കേരള സമാജം അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. എല്ലാവിധ ആശംസകളും. കൂടുതൽ മെമ്പേഴ്സ് വന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഗിവിങ്ങിന്റെ മംഗളങ്ങൾ, ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. താങ്ക് യു. താങ്ക് യു ലീല ചേച്ചി. നമുക്ക് ഇനി 2 പ്രോഗ്രാമുകൾ